Audio Jungle. Audio Jungle. ഹലോ, ടെൽസ് ഓഫ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചക്കയും ബീഫുമാണ് കേട്ടോ. ഇങ്ങനെ ഒരു കോമ്പിനേഷൻ കഴിക്കാത്തവരുണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ അവർ കപ്പയും ബീഫും കഴിച്ചിട്ടുണ്ട്, ചക്കയും ബീഫും ഇതുവരെ കഴിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ പിന്നെ അവർക്കിരിക്കട്ടെ ഈ ഒരു വീഡിയോ. ഞാൻ ആദ്യം തന്നെ ചക്ക ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ബീഫിൻ്റെ കൂടെ ഇട്ട് വേണമെങ്കിൽ ചക്ക വേവിക്കാം. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വേവിച്ച് വെച്ചത്. ഇനി നമുക്ക് ബീഫ് കറി വെക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് പൊടികളൊന്ന് ചൂടാക്കി എടുക്കണം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ചൂടാക്കി എടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ചൂടാക്കാനായിട്ട്. പൊടി കത്ത് പിടിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് മാറിപ്പോകും. ബീഫ് വേവിക്കാനായിട്ട് ഞാൻ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. 1 കിലോ ബീഫാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 കഷ്ണം ഇഞ്ചിയും 6 കഷ്ണം വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഉപ്പ് ഇട്ട് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ച പൊടിയില്ലേ, അത് നമുക്ക് ബീഫിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് കൈ വെച്ച് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 2 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാളയും നല്ലതുപോലെ കൈവച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് വേവിക്കാനായിട്ട് വയ്ക്കാം. ബീഫ് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഐറ്റംസും കൂടി വഴറ്റിയെടുക്കാനുണ്ട്. അതിനുവേണ്ടി ഒരു ഉരുളി അടുപ്പത്ത് വെച്ചു. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ 1 കഷ്ണം ഇഞ്ചി അരിഞ്ഞതും 5 കഷ്ണം വെളുത്തുള്ളി അരിഞ്ഞതും 10 കഷ്ണം ചുവന്നുള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ചില്ലി ഫ്ലേക്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ഇട്ടത്. ഇനി 1/2 ടേബിൾ സ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ജീരകവും മുളകെല്ലാം നന്നായിട്ട് മൂത്ത് വരണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഐറ്റംസ് എല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ചെടുത്ത ബീഫ് ഇട്ട് കൊടുക്കാം. ഈ ഒരു ടൈമിലാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പച്ചച്ചക്ക നിങ്ങൾക്ക് ഈ ബീഫിൻ്റെ കൂടെ ഇട്ട് വേവിച്ചെടുക്കാൻ പറ്റുന്നത്. ബീഫ് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഈ ബീഫിലെ വെള്ളമൊക്കെ വറ്റി നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വരണം. ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് കുറച്ച് പുതിനയിലയും മല്ലിയിലയും ഇട്ട് കൊടുക്കാം. ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി കറി നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ബീഫ് കറി തിളച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചക്ക ചേർത്ത് കൊടുക്കാം. ഞാൻ ചക്ക വേവിച്ചിട്ട് ചേർക്കാനുള്ള പ്രധാന കാരണം ചില ചക്ക പെട്ടെന്ന് കുഴഞ്ഞു പോകും. അപ്പോൾ ബീഫിൻ്റെ കൂടെ ഇട്ട് വേവിക്കുമ്പോൾ മൊത്തത്തിൽ കുഴഞ്ഞിരിക്കും. അപ്പോൾ നമുക്ക് ചക്കയുടെ പീസൊന്നും കടിക്കാനായിട്ട് കിട്ടില്ല. ഇങ്ങനെ ചേർക്കുമ്പോൾ ചക്കയുടെ ഓരോ പീസിലും ബീഫിൻ്റെ ഗ്രേവിയൊക്കെ നന്നായിട്ട് പിടിക്കും. ചക്കയ്ക്ക് പ്രത്യേക ഒരു ടേസ്റ്റും ആയിരിക്കും കേട്ടോ. അപ്പോൾ ചക്ക 2 തവണയായിട്ട് ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ മിക്സ് ചെയ്യുന്നത്. ആദ്യം പകുതി ഇട്ട് കൊടുത്തു, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ബാലൻസും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചക്കയും ബീഫും നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലെ വെള്ളമൊക്കെ ഒന്നുകൂടെ വറ്റാനുണ്ട്. അപ്പോൾ അതിന് ശേഷം കാണാം. അങ്ങനെ നമ്മുടെ ചക്കയും ബീഫും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ചക്കയും ബീഫും റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞാനിതൊന്ന് സെർവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളിത് കഴിക്കാൻ നേരത്ത് ഇതുപോലെ സവാള ചെറുതാക്കി അരിഞ്ഞിട്ടിട്ടും കൂടെ കഴിച്ചു നോക്കണം കേട്ടോ. പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പോൾ ചക്കയുടെ സീസൺ ആയതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.